2016 റിലീസായ ഗോബ്ലിൻ എന്ന ഡ്രാമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ലൈക്ക് ബട്ടൺ അടിക്കുകയും കമന്റിലൂടെ നിങ്ങൾക്ക് പറയാനുള്ള എന്ത് കാര്യമാണേലും അതെല്ലാം അറിയിക്കുകയും ചെയ്യാവേ. അപ്പം മുമ്പുള്ള ഒരു പാട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്, അത് കയറി കാണാനും മറക്കല്ലേ. അവിടെ വെച്ച് നമ്മുടെ നായകൻ ആ ചെറുക്കനെ സഹായിച്ചേച്ചും മുമ്പോട്ട് നീങ്ങി വരുവാണ്. അപ്പോൾ ഗോബ്ലിൻ ആരാണ്? തീയാണ്, കാറ്റാണ്, എല്ലാം അവൻ തന്നെയാണെന്ന് പറഞ്ഞ് ഒരു യുദ്ധസ്ഥലം കാണിക്കുവാണ്. മുമ്പ് നമ്മുടെ നായകൻ ഒരു സേനാധിപതിയായിരുന്നു. സേനാധിപതിയുടെ പേര് കിം ഷിൻ എന്നാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നായകൻ എല്ലാവരും വെട്ടി വീഴ്ത്തിക്കൊണ്ട് മുമ്പോട്ട് നീങ്ങി വരുവാണ്. മുമ്പോട്ട് നീങ്ങി അവർ ഏകദേശം വിജയത്തിൻ്റെ അടുത്തേക്ക് എത്തുവാണ്. അങ്ങനെ വെട്ടി വീഴ്ത്തി അവരെല്ലാം ആഹ്ലാദിച്ച് നേരെ അവരുടെ രാജ്യത്തിൽ എത്തും. രാജ്യത്തിൽ വലിയ സൽക്കാരമാണ് കേട്ടോ. അങ്ങനെ അവർ സന്തോഷത്തോടെ മുമ്പിലേക്ക് കയറി ആ ഡോറിൻ്റെ അവിടെ വന്നേച്ചു. അവരെല്ലാം പറയും, സേനാധിപതിയായ കിംഷിൻ വന്നിട്ടുണ്ട്, ഡോർ മര്യാദക്ക് തുറക്കെന്ന് പറയും. കിംഷിൻ, മര്യാദക്ക് നീ പടച്ചട്ട ഒരു താര വെച്ചോ, നീ വലിയ തെറ്റാണ് ചെയ്തേക്കണെന്ന് പറയും. അപ്പൊ കൂടെ നിന്നാൻ പറയും, ഇവര് പേര് കൂട്ടി വിളിക്കുന്നോ നീ എന്ന് പറയും. അപ്പോഴേക്കും നമ്മുടെ കിംഷിന് എന്തോ മനസ്സിലായ പോലെ പടച്ചട്ട ഒരു താര വെക്കും. അപ്പൊ കൂടെയുള്ളവരും ഇവനൊപ്പം പടച്ചട്ട ഒരു താര വെക്കും. അപ്പോഴേക്കുമാണ് അവൻ പറയാ, നിങ്ങളെല്ലാവരും രാജദ്രോഹത്തിന് അർഹരാണ്, നിങ്ങളെല്ലാവരും രാജാവ് പറഞ്ഞ ഏത് ശിക്ഷയാണേലും ഏറ്റുവാങ്ങാൻ അർഹനാണെന്ന് പറയും. ഇവർക്കൊന്നും മനസ്സിലാവണില്ല കേട്ടോ. അപ്പോൾ ഇവരുടെ നേരെ അമ്പുമായിട്ട് രാജാവിൻ്റെ ആൾക്കാർ എത്തിയതും കിംഷിൻ വാളെടുത്ത് പുറത്തേക്കിടും. അത് വാളുമായിട്ട് പറയുവാണ്, മര്യാദക്ക് നീ മാറിക്കൊല്ലി, നിന്നെയും വെട്ടി കൊന്നുകളയും, എനിക്ക് രാജാവിനെ കാണണമെന്ന് പറയും. അങ്ങനെ നമ്മൾ രാജാവിനെ കാണാനായി കിംഷിൻ നേരെ നടന്ന് നീങ്ങുവാണ്. വാതിൽ തുറന്ന് നേരെ രാജാവിൻ്റെ അടുത്തേക്ക് നമ്മുടെ കിംഷിൻ അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. ചെന്നപ്പോഴേക്കും നമ്മുടെ രാജാവിൻ്റെ വൈഫിനെ കാണിക്കുന്നുണ്ട്. ഈ വൈഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ കിംഷിൻ്റെ അനിയത്തിയാണ് കേട്ടോ. രാജാവാണെങ്കിൽ ചെറിയ ചെറുക്കനാണ്. ഈ കാണുന്ന മന്ത്രി, ഇവനാണ് രാജാവിന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇളക്കാറ്. ഇവനൊരു തുരപ്പനാണ് കേട്ടോ. ഇവൻ പറയുവാണ്, രാജാവിൻ്റെ എല്ലാ സ്ഥാനവും ഇവൻ കാണാൻ പോകും, ഇവനെയാണ് നാട്ടുകാരെ റെസ്പെക്റ്റ് ചെയ്യുക, ഇവനാണ് ഇവിടുത്തെ നായകൻ, രാജാവ് ഇവന് നല്ല ശിക്ഷയൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇറക്കി വെച്ചു. ഒരു തൊലിഞ്ഞ നോട്ടവും അവൻ ഇടുന്നുണ്ട് കേട്ടോ. അവിടെ നമ്മുടെ രാജാവിൻ്റെ വൈഫാണ് കിംഷിൻ്റെ അനിയത്തി എങ്കിൽ പോലും കിംഷിൻ്റെ അനിയത്തിക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല കേട്ടോ. അപ്പോഴേക്ക് രാജാവ് പറയുവാണ് കിംഷിനോട്, കിംഷിൻ, നീ ഓരോ സ്റ്റെപ്പ് മുമ്പോട്ട് നീങ്ങുമ്പോഴും നിൻ്റെ കൂടെയുള്ള നിൻ്റെ ഫാമിലി എല്ലാവരെയും ഞങ്ങൾ കൊന്നു കളയുമെന്ന് പറയുവാണ്. അപ്പോൾ കിംഷിൻ്റെ അനിയത്തി പറയുവാണ്, എനിക്കിനി മരിച്ചാലും കുഴപ്പമില്ല, നിൻ്റെ അഭിമാനത്തിന് ഒന്നും പറ്റരുതെന്ന് പറഞ്ഞ് നമ്മുടെ കിംഷിൻ കാലെടുത്ത് വെക്കും.